കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തദ്ദേശ ജീവന രക്ഷാ സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ച് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർ വലിയ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ 5 വകുപ്പുകളുടെ ഏകീകരണത്തിന് തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വകുപ്പിൻ്റെ തന്നെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുത്തുകയാണുണ്ടായത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ DA ഒരവകാശമല്ല, ഔദാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അത് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. എന്ന ഗവൺമെൻറ് തന്നെ ഇലക്ഷൻ്റെ മുന്നോടിയായി 10% DA പ്രഖ്യാപിച്ചു. പക്ഷേ കുടിശ്ശികയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ 5 വകുപ്പുകളുടെ ഏകീകരണത്തിൻ്റെ നിയമതടസ്സം ഒഴിവാക്കാൻ മുനിസിപ്പൽ ജീവനക്കാരെ കൂടെ സർക്കാർ ജീവനക്കാരാക്കി പ്രഖ്യാപിച്ചു. പക്ഷേ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, അതിൻ്റെ യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല, അതിൻ്റെ ശമ്പളം നിശ്ചയിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ വെറും PR വർക്ക് കൊണ്ട് നീങ്ങുന്നൊരു സർക്കാർ. ആ PR വർക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ. അതിന് ഏറ്റവും ശക്തമായ തിരിച്ചടി കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റിൽ തന്നെ ഉണ്ടായി. സെക്രട്ടേറിയറ്റിലെ സഹകരണ സ്ഥാപനത്തിലേക്ക് സാധാരണ UDF തന്നെയാണ് ജയിക്കാറുള്ളത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 49 വോട്ടിന് ജയിച്ച ആ സ്ഥാനത്ത് ഇത്തവണ UDFൻ്റെ പാനൽ 2000-ൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇപ്പോൾ ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ജീവനക്കാർ അനുകൂലിക്കാത്തതെന്നാണ്. അതായത് ജീവനക്കാർക്കറിയാം, മുമ്പ് കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചതുപോലെ ഇനി ഞങ്ങളെ പറ്റിക്കാൻ വരണ്ട എന്ന് ഇപ്പം ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് സഹകരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി ജീവനക്കാർ വിധി എഴുതിയത്. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പാളിച്ച, ഒരു മേഖലയിലും ജീവനക്കാരെ വിശ്വാസം എടുത്തില്ല. ഈ 5 വകുപ്പുകളുടെ സംയോജനം എന്ന് പറയുന്നത് ഒരു ചർച്ചയും നടത്താതെ എടുത്ത ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പം നടക്കുന്നത് ഒരിടത്തും ഉദ്ഘാടനങ്ങൾ നടക്കുന്നില്ല, ഇപ്പോൾ ഒക്കെ തറക്കല്ലിടലാണ് നടക്കുന്നത്. ഈ തറക്കല്ലിടുന്നത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് പഠിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാർ പരിപാടികളിൽ സാധാരണ ഒരു മാന്യത കേരളത്തിലുണ്ട്. എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു പൊതു ചടങ്ങിൽ ഗവൺമെൻറ് നേട്ടങ്ങൾ പറയാം, അത് ഏത് സർക്കാരും ചെയ്യുന്നതാണ്. എന്നാൽ പ്രതിപക്ഷത്തിനെ കുറ്റം പറയുന്ന ഏർപ്പാട് കുറേ കാലമായിട്ട് കേരളത്തിലുണ്ടായിരുന്നില്ല. അത് ഇന്ത്യയിൽ ആദ്യം തുടങ്ങിയ നരേന്ദ്രമോദിയാണ്, ഇപ്പോൾ അത് പിണറായിയിലേക്ക് എത്തിയിരിക്കുന്നത്. പാലം ഉദ്ഘാടനങ്ങൾക്ക് പോലും പിണറായി പറയുന്നത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പാലമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് കേട്ടാൽ തോറും 10 വർഷം മുമ്പ് എല്ലാവരും ചങ്ങാടത്തിലാണ് യാത്ര ചെയ്തത്. പ്രധാനപ്പെട്ട പാലങ്ങളൊക്കെ UDFൻ്റെ കാലത്താണ് കേരളത്തിൽ നിലവിൽ വന്നത്. അതിൽ പാലാരിവട്ടം പാലത്തിൽ വിള്ളൽ കണ്ടതിനായിരുന്നു ബഹളം മുഴുവൻ. ഇന്നിപ്പോൾ വിള്ളൽ മാത്രമല്ല, ദേശീയപാത പോലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാതാളത്തിലേക്ക് പോയ അവസ്ഥയാണ് കേരളത്തിൻ്റെ കൂടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ദേശീയപാതകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇല്ലാത്ത മുഖച്ഛായ ഉണ്ടാക്കാൻ സിനിമാ താരങ്ങളെ കൂടെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന സീലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അതപ്പതിച്ചിരിക്കുകയാണ്. പിണറായിക്ക് 4 വോട്ട് കിട്ടാൻ മോഹൻലാലിൻ്റെ സഹായം വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. ഇപ്പോൾ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് എല്ലാവരെയും സഹകരണത്തോടു കൂടിയിട്ടാണ് സർക്കാർ വീടുകൾ നിർമ്മിച്ചത്. പക്ഷേ വീടുകളൊന്നും താമസിക്കാനൊന്നും ആയിട്ടില്ല. ഞാൻ അവിടെ പോയി കണ്ട ആളാണ്. ഞാൻ ഇടയ്ക്ക് വയനാട്ടിൽ പോകുന്ന ആളാണ്, എൻ്റെ പഴയ നിയോജകമണ്ഡലമാണ്, ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അവിടെ താമസിക്കുകയാണെങ്കിൽ ഇനി 4 മാസം വേണം. ആ യോഗത്തിൽ
സ്ഥലം MLA പോയി അവമാനിച്ച സംഭവം ഉണ്ടായി. ഇന്നലെ മമ്മൂട്ടി എന്നപ്പോൾ ഇതും സ്വന്തം ക്രെഡിറ്റിലാക്കാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അവിടെ വലിയ ഷൈജിയാന്ന് നോക്കി അയാളെ വരെ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത്. ജനങ്ങളുടെ സഹായത്തോടുകൂടെ നടപ്പാക്കുന്ന പദ്ധതികൾ സ്വന്തം അക്കൗണ്ടിലാക്കാനും അത് പ്രതിപക്ഷത്തിനെ വിമർശിക്കാനും കുറ്റം പറയാനുമുള്ള ഒരു അവസരമാക്കി പിണറായി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ആശ്വാസമുള്ളത്, ഇനി ഒരാഴ്ച കൂടെ ഇതൊക്കെ സഹിച്ചാൽ മതി എന്നുള്ളതാണ്. ഏതായാലും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ UDF സർക്കാർ നടപ്പാക്കും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. അതോടൊപ്പം തന്നെ ഈ സംഘടനയാണ് പിണറായി സർക്കാരിൻ്റെ ആശുപത്രികളുടെ കാര്യക്ഷമതയുടെ ഫലമായി ഒരു കൈ നഷ്ടപ്പെട്ട കുട്ടിക്ക് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഭൂമി കൈമാറ്റത്തിന് നേതൃത്വം നൽകിയത് നിങ്ങളുടെ ഈ സംഘടനയാണ് എന്ന് നന്ദിയോടുകൂടെ പറയാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നിങ്ങൾ ആ ഭൂമിയുടെ ആധാരം കൈമാറുമ്പോൾ ആ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എനിക്കും കഴിഞ്ഞു. ഞാനായിരുന്ന പുതിയ യാത്രയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞാനായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൈമാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ സംഘടന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊരു വെറും സർക്കാർ സംഘടനയല്ല, യഥാർത്ഥ കാരുണ്യം നടത്തുക. നമ്മൾ പറയാതെ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് പോലെ റിയലായി കാരുണ്യം നടത്തുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ തദ്ദേശ ജീവന രക്ഷാ സദസ്സ് നിങ്ങളുടെ എല്ലാവരും ഉദ്ഘാടനം ചെയ്തതായി സസന്തോഷം അറിയിക്കുന്നു.